വെൽക്കം ബാക്ക്. ഹലോ പറയൂസ്. ഹലോ. ഇന്ന് ഭയങ്കര സണ്ണി കേട്ടോ. സണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം 23 ഡിഗ്രി സെൽഷ്യസ്, 23 to 24 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അവിടെ എല്ലാവരും പുറത്തിറങ്ങിയിരിക്കണം അല്ലേ. നല്ല സണ്ണായതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും എല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ സമ്മർ ടൈമിലാണ് ഇവിടെ എല്ലായിടത്തും പല പല പരിപാടികൾ നടത്തുന്നത്. എല്ലാവരും പുറത്തിറങ്ങി സമ്മറിൽ സമ്മർ ഫെസ്റ്റ്, അതുപോലെ മറ്റ് ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ സമ്മർ ടൈമിലാണ്. ഇപ്പം ഇവിടെ ശരിക്കും ഈ സമ്മർ ടൈം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വൈബായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ച് സമയമല്ലേ ഇങ്ങനെ പുറത്തിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റണത്. അപ്പോൾ അതുകൊണ്ട് വീടുകളുടെ ബാക്കിലും വീട്ടിലും ബാക്ക് ഗാർഡനിലും പുറത്തും എല്ലായിടത്തും ആളുകളിങ്ങനെ ഭയങ്കര റഷാണ്, എല്ലായിടത്തും സിറ്റിയിലും ടൗണിലും എല്ലായിടത്തും. അപ്പോൾ ഇന്ന് ഞാനും കല്ലൂസും കൂടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നടന്ന് ഞങ്ങളുടെ ടൗണിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ടൗണിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ടൗണിൽ പോയിട്ട് ടൗണിൽ ഇന്ന് പരിപാടിയുണ്ട്, ഒരു പരിപാടിയുണ്ട്. എന്താ പരിപാടി എന്നുള്ളത് അതാ കല്ലു കാട്ടിൽ നിന്നുള്ള പൂക്കൾ പറയുകയാണ്. ഇപ്പോൾ നിറച്ച് പൂക്കൾ വരുന്ന സമയം, നിറച്ച് പൂക്കളുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ ഞാനും കല്ലും കൂടെ നടന്ന് ഞങ്ങൾ ഒരു പരിപാടി കാണാൻ പോവാണ്. അതുമാത്രമല്ല, ടൗണിലോട്ട് പോകുമ്പോൾ പകുതി വഴിക്ക് ബ്ലോക്കാക്കി വെച്ചേക്കാണ്. അപ്പോൾ അവിടെ ഒന്നും കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടില്ല. അപ്പോൾ വിചാരിച്ച് നടന്ന് പോവാന്ന്. പിന്നെ ഞാനും കല്ലൂസും കൂടെ നടന്ന് ടൗണിലോട്ട് പോകണം അല്ലേ കല്ലൂസേ? കല്ലൂസ് കണ്ട പൂക്കളൊക്കെ പറിക്കുന്നുണ്ട് കാട്ടിൽ നിന്ന്. കമാൺ. വീട്ടിലെ പൂ നോക്കിയ കല്ലു, എന്തു നല്ല റോസാന്ന് നോക്കിയ, നല്ല റെഡ് കളറിൽ അടിപൊളി റോസ് നിൽക്കണാണ്. കല്ലു റോഡ് ബ്ലോക്കാക്കി തുടങ്ങി. ഓ കല്ലുവിൻ്റെ പാർക്കിൽ ആളുണ്ടല്ലോ, നാളെ കുറവാണല്ലോ. ഇപ്പോൾ പോകണ്ടേ കല്ലു? നമുക്ക് കാർ ഷോ കഴിഞ്ഞിട്ട് പോകാം. അവർ ബ്ലോക്ക് ചെയ്യണം. ഇനിയിപ്പോൾ വേറെ വണ്ടിയൊന്നും അതുവഴി ഇവിടെ വിടത്തില്ല, പരിപാടി നടക്കണോണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ടൗണിൽ ഇഷ്ടം പോലെ കാറുകൾ വരുന്നുണ്ട്, ഓൾഡ് ടൈപ്പിലുള്ള കാറുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് നമ്മൾ ടൗണിൽ എത്താറായപ്പോഴത്തേക്കും കേട്ടോ ഇവിടെയൊക്കെ ബ്ലോക്കാക്കി. ഇനി ടൗണിലോട്ട് കാർ ഷോയുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണേ ഉള്ളൂ. 3 to 5:30 ആയതുകൊണ്ട് പല ടൈപ്പിലുള്ള പല മോഡലുകളിലുള്ള കാറുകൾ കൊണ്ടുവന്ന് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരു കാർ തരുമോ ചോദിച്ചോ നോക്ക്. ഗോൾഡൻ ബെന്നറ്റ് കാർ ഷോ. Organization, so we're going to be sorting out our dancers very shortly. No, everyone has to wiggle their bum for the waiting. Blown that balloon yet? No. Has he blown it? No. Yes. What's outside? Hello. What do you want him to make? Elephant. There you go. By the way, guys, come here. The rule is when we make the nappy fur, he has to wear it all day long. A what? No. A teddy bear. I can't make an elephant out of balloons. Daddies who did not get a number, put your hands up in the air. All by herself. She did it all by herself. She did. Come on, get it. Especially for you. And there's a car for you too. Thank you. Yeah. I'm going to miss you. Second teddy bear. With a very handsome, elegant looking man driving. Under 35 beginner international champion Gemma Hurley.
Pray, won't you tell me who is she? Waiting for the door and they ring at the bell. Say hello, me true lover, you well. Up to come by, you see to get the fun of the dog and I play Tendy Bob when I get home. Let them all come out, they will put it down, but now she wants to get a Tendy Bob when I go home. The wife will pull up their own. Send that to the guards for parking outside Georgia. Rolls Royces are back. It isn't thank you so much for making the car on front of each other. So EBS card, Cheryl Sullivan. We have your EBS card. This is the Robert Mazzell. Okay, all the entries for our colouring competition up here. വരെ പോണം കേട്ടോ ചേട്ടാ, അങ്ങറ്റ വരെ പോണം. ആ അവരുടെ വണ്ടികളാണ്. ഹലോ, നീയൊക്കെയാ വാവേ? ഹരിച്ചേട്ടാ, ഡിസൈഡ് ചെയ്താ ഏത് കാർ മേടിക്കാന്ന്? ഏത് കാർ മേടിക്കാന്ന് ഡിസൈഡ് ചെയ്താ? ഏത് കാർ മേടിക്കാന്ന് ഡിസൈഡ് ചെയ്താന്ന്? കിട്ടിയിട്ടില്ല, കാർ കിട്ടിയിട്ടില്ല. ഇത്രയും കാർ എടുത്തിട്ട് കിട്ടിയിട്ടില്ല. കാറുകൾ കൂടിപ്പോയാലും പ്രശ്നമാണല്ലോ. 1950s തുടങ്ങിയുള്ള കാറുകളാണ് ഇവിടെ കിടക്കണ. എല്ലാം അപ്പാപ്പന്മാർ, ഒത്തിരി പഴയ ആളുകളൊക്കെയാണ് കാർ ഓടിച്ചോണ്ട് വന്ന എല്ലാ അപ്പാപ്പന്മാരും. നമ്മൾ കുറേ പേരോട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാം അപ്പാപ്പന്മാരും അമ്മമ്മമാരും ആണ് ഈ 1950s തൊട്ടുള്ള കാറുകൾ. അതും റോൾസ് റോയ്സും പോഷെ അങ്ങനെ പല പല ടൈപ്പിലുള്ള കാറുകളാണ് കൊണ്ടുവന്നേക്കണത്. അവർക്ക് ഭയങ്കര എന്താ പറയുക, ഈ കാറുകൾ, പഴയ കാറുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവർ പുതിയ കാറുകൾ ഉണ്ടെങ്കിൽ ഈ പഴയ കാറുകൾ ഇതുപോലെ ഷോയ്ക്ക് വരുന്ന സമയത്ത് ഇറക്കിക്കൊണ്ടുവരും. അതുപോലെ സമ്മർ ആവണ ടൈമിൽ അവർ ഇത് ഇറക്കി ഇങ്ങനെ ഓടിക്കാറുണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു കാർ ഇതിനകത്ത് മേടിച്ചാലോ? Yeah, which one you want? Actually, no, the red one. The red one? Oh, no. കാർ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടന്ന് നമ്മുടെ അടുത്തുള്ള കിൽഡ ടൗണിൽ തന്നെയുള്ള, നമ്മുടെ ടൗണിൽ തന്നെയുള്ള കൊച്ചു പാർക്കുണ്ട് കേട്ടോ. പാർക്കിലോട്ട് കയറി, കല്ലൂസിന് പാർക്കിലോട്ട് കയറണമെന്ന് പറഞ്ഞിട്ട് ക്ലൗൺ കല്ലൂന് ഒരു കല്ലു ആവശ്യപ്പെട്ടത് ആ എലിഫൻറ്റിനെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പക്ഷേ എലിഫൻറ്റിനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ടെഡി ബെയറിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കല്ലുവിന്. എന്നിട്ടത് നോക്കിയേ, തീരെ ചെറിയ കുട്ടികൾ
പാർക്കിൽ കളിക്കുന്നതുണ്ടോ? കല്ലൂസിന് ക്ലൗൺ എന്താ ഉണ്ടാക്കി? കല്ലൂസ് എലിഫന്റിനെ അല്ലേ ചോദിച്ചത്? എലിഫന്റിനെ ചോദിച്ചിട്ട് ടെഡി ബെയർ എലിഫന്റിനെ ഉണ്ടാക്കി തരാൻ പറ്റിയില്ല അല്ലേ? ഓ, എലിഫന്റിനെ ഉണ്ടാക്കി തരാൻ പറ്റാത്തതുകൊണ്ട് കല്ലുവിന് ടെഡി ബെയറിനാണ് തന്നത്. സ്പെഷ്യൽ വൺ ആണ് കല്ലുവിന്, സ്പെഷ്യൽ വൺ ആയിട്ട് ഇത് ടെഡി ബെയർ. ബോംബെ മിഠായി. ഇന്നിപ്പോൾ നമ്മുടെ പാർക്കിൽ ആൾ തീരെ കുറവാട്ടോ, വളരെ കുറച്ച് പിള്ളേരേ ഉള്ളൂ. അല്ലെങ്കിൽ ശരിക്കും ഈ പാർക്ക് നിറഞ്ഞിരിക്കും, നിറച്ച ആളുകളായിട്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സമ്മർ നമുക്ക് വളരെ കുറച്ച് കിട്ടുള്ളൂ. ഇങ്ങനെ ഇതുപോലെ നിറച്ച് നല്ല വെയിലൊക്കെ ആയിട്ട് കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പം അങ്ങനെ കിട്ടുമ്പം എല്ലാ ആളുകളും ബീച്ചിലോട്ടൊക്കെ അങ്ങ് വെച്ച് പിടിക്കും, ബീച്ചിലും പോവും. പിന്നെ അതുപോലെ തന്നെ ഹോളിഡേയ്സ് ഒക്കെ എടുക്കുന്ന ടൈം, ഇപ്പോൾ ഇവിടെ സ്കൂളൊക്കെ അടയ്ക്കാറായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഹോളിഡേയ്സിനും അങ്ങനെയൊക്കെ പോകുന്നൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൾ കുറവ്. എന്നാലും നല്ലൊരു കാർ ഷോ ആയിരുന്നു അല്ലേ, പല ടൈപ്പിലുള്ള കാറുകൾ കാണാൻ പറ്റില്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ദിസ് ഇസ് സഞ്ജു സൈനിങ് ഓഫ്.